ഗൈസ് അങ്ങനെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ടാമത്തെ ടെസ്റ്റും വിജയിച്ച് ഒരു ടെസ്റ്റ് സീരീസ് ഇന്ത്യ സ്വന്തമാക്കുന്നു. ഗില്ലിൻ്റെ കീഴിലുള്ള ആദ്യ ടെസ്റ്റ് സീരീസാണ് ഇന്ത്യ വിജയിക്കുന്നത്. അത് ഒരു ഹോമിലുള്ളൊരു വിജയമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. എന്നാണെങ്കിലും ഇന്ന് ഇന്ത്യ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. മോർണിംഗ് സെഷനിൽ തന്നെ കളി തീരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം ഏതാണ്ട് 53 റൺസോ മറ്റോ മതിയായിരുന്നുള്ളൂ. വിക്കറ്റ്സുകൾ കയ്യിലുണ്ടായിരുന്നു, 9 വിക്കറ്റ്സോളം കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇന്ത്യക്കുണ്ടായ ആകെ തിരിച്ചടി 2 വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ്. ഇന്നലെ ഓൾറെഡി ജയ്സ്വാൾ രണ്ടാമത്തെ ഓവറിൽ തന്നെ മത്സരത്തിൽ ഔട്ടായിരുന്നെങ്കിൽ ഇന്ന് സായ് സുദർശൻ ആദ്യം ഔട്ടായി, പിന്നീട് ഗില്ല് ഔട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടായി. മത്സരം അവസാനിക്കുന്ന സമയത്ത് KL രാഹുലും അതുപോലെ ധ്രുവ് ജൂറലും ആയിരുന്നു ഗ്രീസിലുണ്ടായിരുന്നത്. 58 റൺസ് എടുത്ത് KL രാഹുലും ജൂറൽ 6 റൺസും എടുത്താണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് മാച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസിന് അത്യാവശ്യം ഒരു കോമ്പറ്റീഷനെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ആദ്യ മത്സരം വെറും 2.5 ദിവസം കൊണ്ട് തീർന്നെങ്കിൽ ഈ ഒരു മത്സരം വെസ്റ്റ് ഇൻഡീസിന് 5-ാം ദിവസം വരെ എത്തിക്കാൻ സാധിച്ചു. ആദ്യ മത്സരം ഒരു ഇന്നിങ്സിന് തന്നെയുള്ളൊരു പരാജയമാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ആദ്യം ഫോളോ ഓൺ ഒഴിവാക്കാതെ വീണ്ടും രണ്ടാമത് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നിരുന്നു എന്ന ഒരു ലീഡൊക്കെ കൊടുത്തിട്ട് ഇന്ത്യയെ ഒരിക്കൽ കൂടി ബാറ്റിങ്ങിനൊക്കെ അയക്കാൻ കാരണമായി. ഇന്ത്യ ഏതാണ്ട് രണ്ടാം ഇന്നിങ്സിൽ 119ഓളം ഓവർ എറിഞ്ഞു. ആദ്യത്തെ മത്സരത്തിൽ ഏതാണ്ട് 80 അടുത്ത ഓവേഴ്സൊക്കെയാണ് എറിഞ്ഞത്. അപ്പം അത്രയും പിടിച്ചു നിൽക്കാനായിട്ടൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഇന്നിങ്സിൽ ജോൺ ക്യാമ്പലിൻ്റെയും അതുപോലെ ഷായ് ഹോപ്പിൻ്റെയും സെഞ്ചുറികൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുപോലെ ഗ്രീവ്സിൻ്റെയും ചേസിൻ്റെയും സീൽസിൻ്റെയും ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ് 121 റൺസിൻ്റെ ഒരു വിജയലക്ഷ്യം ഇന്ത്യക്ക് മുമ്പിലേക്ക് വെസ്റ്റ് ഇൻഡീസ് വെക്കുന്നത്. ഈ ഒരു 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടിട്ട് ഇന്ത്യ 5-ാം ദിനം മോർണിംഗ് സെഷനിൽ തന്നെ ആ ഒരു വിജയം സ്വന്തമാക്കി എടുക്കുന്നു. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായിട്ട് മാറിയത് കുൽദീപ് യാദവാണ്. 2 ഇന്നിങ്സിലുമായിട്ട് 8 വിക്കറ്റുകളാണ് നേടിയത്. മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. അതുപോലെ ടൂർണമെൻറ്റിലുടനീളം മികച്ച പെർഫോമൻസ് നടത്തി 8 വിക്കറ്റും 104 റൺസ്. അതും ഒരേ ഒരു ഇന്നിങ്സ് മാത്രമേ ജഡേജ കളിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് നേടിയിട്ടുള്ള 104 റൺസിൻ്റെ ഒരു ഇന്നിങ്സ് കൊണ്ട് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള പ്രകടനമാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് ജഡേജയെ മാറ്റിയത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു സീരീസിനെ പറ്റിയിട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഈ ഒരു മത്സരത്തെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. നമ്മൾ ഓരോ ദിവസവും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 5-ാം ദിവസത്തിലേക്ക് എത്തുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു മത്സരം അവസാനിച്ചത് കൊണ്ട് ഇതിന് കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഒരു സീരീസ് റിവ്യൂ എന്ന നിലയിൽ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇനിയിപ്പോൾ ഓസ്ട്രേലിയൻ ടൂർ വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു ബാക്ക് ടൂർസും പരിപാടികളും മാച്ചസും ഒക്കെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നിലവിലുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് സനി ഓഫ്.